بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه حدثنا عبد السلام بن مطهر قال حدثنا عمر بن علي عن معن بن محمد العفاري عن سعيد بن أبي سعيد المقبري عن أبي هريرة رضي الله عنهم عن النبي صلى الله عليه وسلم أنه قال إن الدين يسر ولن يشاد الدين أحد إلا غلبه فسددوا وقاربوا وأبشروا واستعينوا بالعدوة والروحة وشيء من الدلجى. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സനദിൽ മഹാന്മാരായ 5 മഹത്തുക്കളെയാണ് ഉപയോഗിച്ചിട്ട് പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ ഉസ്താദ് അബ്ദുസ്സലാം ബിൻ മുത്തഹർ എന്ന് പറയുന്ന മഹാൻ, അവരുടെ പിതാമഹൻ ഹിസാം എന്നുള്ളവരാണ്. അവരുടെ നേരെ നസബ അബ്ദുസ്സലാം ബിൻ മുത്തഹർ ബിൻ ഹിസാം ബിൻ മിസല്ല് ബിൻ ളാലിം ബിൻ ശൈത്താൻ അൽ അസ്ദിയോ അൽ ബസരിയോ. അവരുടെ കുഞ്ഞത്തരം വിളിക്കുന്ന പേര് അബൂ ലഫർ എന്നാണ്. അവര് ഉസ്താദന്മാരായി ധാരാളം വലിയ വലിയ മഹാന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ശുഅബ റളിയല്ലാഹു അൻഹു. അതുപോലെ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ധാരാളം മഹാന്മാരുണ്ട്. അതിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ സുർഅത റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു. അബൂ ഹാത്തിമിനോട് ചോദിക്കപ്പെട്ടു, അബ്ദുസ്സലാം ബിൻ മുത്തഹർ എന്ന് പറയുന്ന റാവി എങ്ങനെയുണ്ട്? അവർ പറയുന്നത് ഹുവ സദൂഖുൻ, സത്യം മാത്രം പറയുന്നവരാണ്. അവരുടെ വഫാത്ത് ഹിജ്റ 224 രണ്ടാമത്തെ റാവി ഉമർ ബിൻ അലി ബിൻ അതായ് ബിൻ മുഖദ്ദം അബൂ ഹഫ്സ് അൽ മുഖദ്ദമി അൽ ബസരിയു. അവരുടെ മക്കളാണ് ലോകപ്രസിദ്ധരായ ആസിം എന്നവരും മുഹമ്മദ് എന്നവരും. അവരുടെ സഹോദരനുണ്ട് അബൂബക്കർ എന്ന് പറയുന്ന മഹാൻ. ഇവരെല്ലാവരും വലിയ വലിയ മഹാന്മാരാണ്. താബീങ്ങളിൽപ്പെട്ട വലിയൊരു വിഭാഗത്തിൻ്റെ വക്കൽ നിന്ന് അവർ ഹദീസ് പഠിച്ചിട്ടുണ്ട്. ധാരാളം മഹാന്മാരായ താബീങ്ങൾ അവിടെ ഉസ്താദന്മാരാണ്. ഒരു താബിഇയാണ്. അവരിൽപ്പെട്ട പ്രധാനിയാണ് ഉസ്താദന്മാരിൽ പ്രധാനിയാണ് ഹിശാം ബിൻ ഉർവ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് ധാരാളം മഹാന്മാർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ധാരാളം ശിഷ്യന്മാരുള്ളവരാണ്. അതിൽപ്പെട്ട ഒരാൾ അവരുടെ മകനായ ആസിം, അതുപോലെ അംർ ബിൻ അലി. ഈ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ റാവി ഉമർ ബിൻ അലി എന്ന് പറയുന്ന ആൾ മഹാൻ, അവർ മുദല്ലിസായിരുന്നു. കാന സിഖത്തൻ. ഇബ്നു സഈദ് പറഞ്ഞത് എങ്ങനെയാണ്? കാന സിഖത്തൻ, അവർ സിഖത്താണ്. ഉമർ ബിൻ അലി വിശ്വാസയോഗ്യനാണ്. വകാന യുദല്ലിസു തദ്ലീസൻ ശദീദാ, വല്ലാതെ തദ്ലീസ് ചെയ്യുന്നവരായിരുന്നു. തദ്ലീസിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരാളുടെ പേര്, അഡ്രസ്സ് വളരെ വ്യക്തമായ സാധാരണ ഗതിയിൽ അറിയപ്പെടുന്ന പേരല്ലാത്ത മറ്റൊരു പേര് കൊണ്ടൊരാളെ പറയുക, അതാണ് തദ്ലീസ് പറഞ്ഞാൽ. കേൾക്കുന്നവർ തോന്നിപ്പോകും ഇത് വേറെ ഏതോ ഒരാളാണ്. അങ്ങനെയുള്ള തദ്ലീസ് ചെയ്യുന്നവരായിരുന്നു ഈ മഹാനായ ഉമർ ബിൻ അലി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ്. അവരുടെ ശൈലി എങ്ങനെ? സമീഅതു എന്ന് പറയും.
പിന്നെ കുറേ സമയം ഉണ്ടാതിരുന്നു. എന്നിട്ടാണ് ഹിഷാബിൻ ഉർവ എന്ന് പറയല്, എങ്കിൽ അൽ അഅ്മശു എന്നെല്ലാം പറയല്. കേൾക്കുന്നവർ തോന്നിപ്പോകും ഇതിൻ്റെ ഇടയിൽ ആരോ വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെല്ലാം വളരെയധികം തദ്ലീസ് ചെയ്യുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അലി എന്ന് പറയുന്നവർ. وقال عفان كان رجلا صالحا ولم يكونوا ينتقمون عليه غير التدليس ولم أكن أقبل منه حتى يقول حدثنا. അഫ്ഫാൻ എന്ന മഹാനായ മുഹദ്ദിസ് പറയാണ്, ഉമർ ബിൻ അലി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ് സ്വാലിഹായ മനുഷ്യനാണ്. ആകെ ജനങ്ങൾ മുഹദ്ദിസീങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ഐബായി പറയലുണ്ടാവൽ തദ്ലീസ് മാത്രമാണ്, തദ്ലീസാക്കലുണ്ട്. ഞാൻ അവരെ വക്കൽ നിന്ന് ഹദ്ദസന എന്ന് വ്യക്തമായി പറഞ്ഞ ഹദീസുകൾ മാത്രമേ ഞാൻ സ്വീകരിക്കലുള്ളൂ. അവരുടെ ഷെയ്ഖിൻ്റെ വക്കൽ നിന്ന് നേരിട്ട് ഹദീസ് കേട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പ്രയോഗമായ ഹദ്ദസനാന്നോ സമയത്തു എന്നോ പറഞ്ഞ ഹദീസ് സ്വീകരിക്കുള്ളൂ. അൻ ഞാൻ സ്വീകരിക്കലില്ല. അവർ അൻ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കലില്ല. ഇമാം ബുഖാരി അവരെ സംബന്ധിച്ചുള്ള ഈ തദ്ലീസ് എന്ന് പറയുന്ന ഈ പ്രശ്നം അതൊരു ഐബായി എണ്ണിയിട്ടേ ഇല്ല. കാരണം മഹാനായ ഉമർ ബിൻ അലി എന്നവരുടെ തദ്ലീസ് അത് റാവിയെ സംബന്ധിച്ചുള്ള അവർക്കുള്ള പരിചയവും അവർക്കുള്ള ഇണക്കവും മറ്റുള്ളവർക്കില്ലാത്ത അറിവും ഉണ്ടായതിൻ്റെ പേരിൽ അവരെ സംബന്ധിച്ച് അറിയപ്പെട്ട പേരില്ലാത്ത പേര് പറയുന്നു എന്നതേ ഉള്ളൂ. എന്നല്ലാതെ വ്യാജമായതിന് അല്ലെങ്കിൽ സ്വഹീഹല്ലാത്തതിന് അത് ചെലവാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന തദ്ലീസല്ല. അവരുടെ വഫാത്ത് ഹിജ്റ 190 ധാരാളം ശിഷ്യന്മാരുള്ള മഹാനാണ്. മൂന്നാമത്തെ റാവി മഅൻ ബിൻ മുഹമ്മദ് ബിൻ മഅൻ ബിൻ നളുല എന്ന് പറയുന്നവരാണ്. മഅൻ ഇഫാരിയാണ്, ഹിജാസിയാണ്. ധാരാളം മഹാന്മാരുടെ വക്കൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ട്. അവരുടെ വക്കൽ നിന്ന് ധാരാളം റാവികൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇബ്ൻ ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു മഅൻ ഇബ്ൻ മുഹമ്മദ് എന്നവരുടെ അവരുടെ സിക്കാത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി, ഇമാം തുർമുദി, ഇമാം നസായി, ഇബ്നു മാജ ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാം അവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് മഅൻ എന്നവരുടെ. നാലാമത്തെ റാവി സഈദ് ബിൻ അബി സഈദ് എന്നവരാണ്. അവിടെ പേരുള്ളത് കൈസാൻ. അബൂ സഈദ് എന്ന പിതാവിൻ്റെ പേര് കൈസാൻ എന്നാണ്. സഈദ് എന്നവർ അറിയപ്പെടുന്നത് മക്ബൂരി എന്ന പേരിലാണ്. മദീനക്കാരനുമാണ്. മദീനത്തെ ജന്നത്തുൽ ബഖീഇൻ്റെ തൊട്ടടുത്തായിരുന്നു അവരുടെ താമസ സ്ഥലമെന്നും അതല്ല ബഖീഇൻ്റെ ഉള്ളിൽ തന്നെ അവർ താമസിക്കുന്നത് കൊണ്ടിട്ടാണ് അവരെ സംബന്ധിച്ച് മക്ബൂരി എന്ന് പറയുന്നത് എന്നും അഭിപ്രായമുണ്ട്. ധാരാളം സഹാബികളെ കണ്ടു. അടുത്തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ് സഈദ് ബിൻ അബി സഈദ് എന്നവർ. അവരെ സംബന്ധിച്ച് റാവി മുഹദ്ദിസീങ്ങൾക്ക് നഖാദിനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ യോഗ്യനായ താബിഈയായ മഹാനാണ്. കാന സിഖത്തൻ കസീറൽ ഹദീസ്. അതാണ് ഇബ്നു സഅദ് അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർ സിഖത്താണ്, ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുമാകുന്നു. പക്ഷേ സഈദ് ബിൻ അബി സഈദ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഈ സനദിലെ നാലാമത്തെ റാവിയായ മഹാനവർകൾ വാർദ്ധക്യം വന്നപ്പോൾ അവർക്ക് ഹദീസിൽ ഇഖ്തിലാത്ത് വന്നിരുന്നു. ചില റാവികളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പറയലുണ്ടായിരുന്നു. ഓർമ്മശക്തി കുറഞ്ഞിരുന്നു. മരിക്കുന്നതിൻ്റെ 4 വർഷം മുമ്പ് തുടങ്ങിയിരുന്നു ആ ഒരു ചെറിയ ഇഖ്തിലാത്ത്. അവർ ഷാമിൽ പട്ടാളക്കാരനായി പോയിട്ടുണ്ട്. അതിർത്തി കാക്കാനും യുദ്ധം ചെയ്യാനും വേണ്ടി പോയവരാണ്. ബൈറൂത്തിൽ വെച്ച് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവരെ തൊട്ടുള്ള ഹദീസുകൾ അവസാന ഘട്ടം റിപ്പോർട്ട് ചെയ്യപ്പെടും. പഠിച്ചവരുടെ ഹദീസുകൾ
മറ്റു മുഹദ്ദിസീങ്ങൾ വല്ലാതെ പരിഗണിക്കലില്ല. കാരണം ഇഖ്തിലാത്ത് അവസാന കാലം വന്നിരുന്നു. അത് ചില ആളുകൾക്കെല്ലാം അങ്ങനെ വരും. വലിയ വലിയ പണ്ഡിതന്മാരായതുകൊണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ ആബിദീങ്ങളായതുകൊണ്ട് അവർക്ക് ഇഖ്തിലാത്ത് വരൂല, ഓർമ്മശക്തി കുറയില്ല എന്നെല്ലാം ധരിച്ചു വെക്കുന്നത് തെറ്റാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വയസ്സ് നൽകിയിട്ട് മരണം വരെ പൂർണ്ണമായ ഓർമ്മശക്തിയുള്ള, യാതൊരു ഇഖ്തിലാത്തുമില്ലാത്ത ധാരാളം മഹാന്മാരുണ്ട്. അതൊരു ഭാഗ്യമാണ്. അഞ്ചാമത്തത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇന്നദ്ദീന യുസ്റുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ദീന് യുസ്റുൻ, എളുപ്പമാണ്. വലൻ യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ദീനിനോട് ഒരാളും മത്സരം നടത്തിയിട്ടില്ല. ഇല്ലാ ഗലബഹു, അവനിക്ക് ദീന് വിജയിച്ചിട്ടല്ലാതെ. ദീനിനോട് ആര് മത്സരം നടത്തി, ദീനിൻ്റെ കാര്യങ്ങൾ മുഴുവനും ചെയ്യണമെന്ന് ആര് വിചാരിച്ചു, അതിനോട് മത്സരം നടത്തിയാൽ ദീനാണ് വിജയിക്കുക, അവൻ തോറ്റുപോകും. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ദീനിനോട് ആര് മത്സരിച്ചാലും ദീനായിരിക്കും വിജയിക്കുക. എന്താ കാരണം? ദീന് വിശാലമാണ്, എല്ലാ മേഖലയിലുമുള്ളതാണ്, ഓരോന്നിനും ധാരാളം ശാഖകളുള്ളതാണ്. അത് മുഴുവനും ചെയ്യണം എന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അവനിക്ക് ചെയ്തു തീർക്കാൻ സാധ്യമല്ല. പിന്നീട് അവനിക്ക് മടി വരും, ഇത് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയിലേക്ക് അവൻ എത്തിപ്പെടും. അങ്ങനെ അവൻ മുർത്തദ് വരെ ആവാൻ സാധ്യതയുണ്ട്. ചില മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ബാബു ഫിൽ ഖസ്ദ് എന്ന് തന്നെ ബാബിട്ടിട്ടുണ്ട്. മിതത്വമായിരിക്കണം ചെയ്യേണ്ടത്. ദീനിൻ്റെ കാര്യങ്ങളിൽ ഓരോന്നിലേക്കും ഇറങ്ങിയാൽ ഓരോന്നും ചെയ്തു തീർക്കാൻ സാധ്യമല്ല. ഭൗതികപരമായ വിഷയങ്ങളിൽ ഇപ്പം ബുദ്ധിമുട്ടിയവരെ സഹായിക്കുക, ആ സഹായിക്കൽ വീടെടുത്ത് കൊടുത്തുകൊണ്ടാവാം, ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിട്ടാവാം, രോഗത്തിലേക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തുകൊണ്ടാവാം, പള്ളി നിർമ്മിച്ചുകൊണ്ടാവാം, മദ്രസകൾ നിർമ്മിച്ചുകൊണ്ടാവാം, അതിഥി മന്ദിരങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാവാം. അങ്ങനെ പല നിലക്കും ഒരാൾക്ക് പണം ചെലവാക്കാനുള്ള വകുപ്പുണ്ട്. ഈ പറഞ്ഞ ദീൻ നിശ്ചയിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഒരാൾ വാശി പിടിച്ചാൽ അതിവിടെ ലോകത്ത് ഒരാൾക്കും സാധിക്കൂലല്ലോ. അപ്പം അവൻ്റെ പരിധിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സഹായങ്ങൾ ചെയ്യുക എന്നല്ലാതെ ബുദ്ധിമുട്ടിയവരെ മുഴുവനും സഹായിക്കണം. ഇവിടെ ആവശ്യമുള്ളത് മുഴുവനും ചെയ്യണമെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനിക്ക് നിരാശ വന്നു പോകും, ദീനിനോട് മടിപ്പ് വന്നു പോകും. ഇനി നിസ്കാരാണെന്ന് വെക്കുക, ഭൗതികപരമായ വിഷയത്തിലല്ല, ആത്മീയപരമായ വിഷയത്തിൽ. ഉദാഹരണം നിസ്കാരം. ഒരാൾ നിസ്കരിക്കണം, വാരിതായ എല്ലാ സുന്നത്തും ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, സുബഹിയുടെ മുമ്പ് സുന്നത്തുണ്ട്, സുബഹി നിസ്കാരമുണ്ട്, ഫർളാണ്. അതിൻ്റെ ശേഷം ദുഹാ നിസ്കാരമുണ്ട്, വേറെ ഇശ്റാഖ് നിസ്കാരമുണ്ട് എന്ന് സൂഫിയാക്കൾ പറയുന്നുണ്ട്. അത് തന്നെ വലിയ വലിയ സൂറത്തുകളോതാ. പിന്നെ ളുഹറിൻ്റെ മുമ്പ് ശേഷം ളുഹർ, അത് കഴിഞ്ഞാൽ അസർ, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഇശാ മഗ്രിബിൻ്റെ മുമ്പ് മഗ്രിബ്, അതിൻ്റെ ശേഷമുള്ള സുന്നത്ത്, പിന്നെ ഇശ്റാഖ്, പിന്നെ അതിൻ്റെ ശേഷം അവ്വാബി നിസ്കാരം 20 റക്അത്ത്, പിന്നെ ഇശാ, അതിൻ്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്തുകൾ, പിന്നെ അതിൻ്റെ ശേഷം തഹജ്ജുദ് നിസ്കാരങ്ങൾ, വിത്ർ നിസ്കാരങ്ങൾ, ഖളാഉൽ ആയത്തിൻ്റെ നിസ്കാരങ്ങൾ, ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരങ്ങൾ,
മുത്തലക്ക് സുന്നത്തുകൾ എന്ന് തഹിയ്യത്തുകൾ, അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ അവൻ എണ്ണിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് അത് പൂർണ്ണമായ രീതിയിൽ ചെയ്യാൻ സാധ്യമല്ല. ദീനിൽ അങ്ങനെ എല്ലാം ചെയ്യണമെന്നുള്ള കീർത്തനയുമില്ല. അതുകൊണ്ട് തന്നെ ദീൻ യുസ്റ, നോമ്പുകളും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യവും ദിക്റുകൾ എടുത്താലോ, എത്ര ഒരാൾക്ക് സലാത്ത് ചെല്ലേണ്ടത്, ഒരാൾക്ക് തഹ്ലീൽ എത്ര, തസ്ബീഹുകൾ എത്ര, ഏതെല്ലാം തസ്ബീഹുകൾ, ഏതെല്ലാം ദിക്റുകൾ ഓരോരോ കാര്യങ്ങൾക്ക് വാരിതായിട്ടുണ്ട്. അത് മുഴുവനും ചെയ്യണമെന്ന് വിചാരിച്ചാൽ 1001 ഏടുകൾ, 10,001 ലക്ഷത്തിൻ്റെ ഏടുകളുണ്ട്. അതിലുള്ള ദിക്റ് മുഴുവനും ചെല്ലണമെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ പിന്മാറുക എന്നല്ലാതെ അവൻ ചെയ്ത് തീർക്കാനും അവന് സാധ്യമല്ല. ദീനിൻ്റെ കാര്യങ്ങൾ എപ്പോഴും അത് ഗാലിബായി അവനേക്ക് മികച്ചുകൊണ്ടിരിക്കും, ചെയ്തു തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വാശിക്കാരൊന്നും നിൽക്കണ്ട, കഴിഞ്ഞ ചെയ്താൽ മതി. ഫസദ്ദിദു വകാരിബു വഅബ്സിറു. ഫസദ്ദിദു, നിങ്ങൾ സദാദിൽ കൂടെ നിന്നോടി. സദാ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പരിധിയിലായും കൊണ്ട് ജീവിക്കണം. വകാരിബു, കഴിയുന്നതും ചെയ്യുന്ന കാര്യങ്ങൾ അക്മലിനോട് അടുപ്പിക്കാൻ വേണ്ടി നോക്കണം. വഅബ്സിറു, നിങ്ങൾ സന്തോഷ വാർത്ത ഉൾക്കൊണ്ടോളി, സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തോളി. ആരെയും വേദനിപ്പിക്കണ്ട, ആരെയും ദുഃഖിപ്പിക്കണ്ട, ആരെയും വേജാറാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്ത് പറഞ്ഞ് ബിശാറത്ത് നടത്തിക്കോളി, നിങ്ങൾ ബിശാറത്ത് ഉൾക്കൊള്ളുകയും ചെയ്തോളി. വസ്തഈനു, പിന്നെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില സമയങ്ങളുണ്ട്, നിങ്ങൾ സഹായം തേടുക. വസ്തഈനു ബിൽ ഉദ്വതി, പ്രഭാതത്തിൽ ഇബാദത്ത് ചെയ്യൽ കൊണ്ട് നിങ്ങളുടെ ഈ പ്രയാണം, വല്ലാത്ത പ്രയോഗമാണത്, ഞാൻ സ്വീകരിക്കുന്നുണ്ട്. ഈ പ്രയാണത്തിലേക്ക് നിങ്ങൾ സഹായം തേടിക്കോളി. പ്രഭാതം, ഉദ്വത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ് അർത്ഥം. ചില ലുഗത്തിൻ്റെ പണ്ഡിതന്മാർ ഉച്ച വരേക്കുമുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്വത്ത് എന്ന് പറഞ്ഞാലും വദാത്ത് എന്ന് പറഞ്ഞാലും ഫജ്ർ സ്വാദിക്ക് വെളിവായോടെ മുതൽ സൂര്യോദയം വരേക്കുമുള്ള സമയമാണ്. അതല്ല ഉച്ചൻ്റെ മുമ്പ് എന്നും അർത്ഥം വച്ചവരുണ്ട്. വറൗഹത്തി, ഉച്ചൻ്റെ ശേഷമുള്ള ചില സമയങ്ങളെ കൊണ്ട് നിങ്ങൾ സഹായം തേടിക്കോളി. ഇരുട്ടിൽ നിന്നുള്ള അല്പസമയം കൊണ്ടും നിങ്ങൾ സഹായം തേടിക്കോളി. ഈ 3 സമയം, പ്രഭാതം, ഉച്ചയുടെ ശേഷം, രാത്രി പാതിര, ഇങ്ങനെയുള്ള സമയങ്ങളിൽ പ്രത്യേകം ചില ഇബാദത്തുകളെ കൊണ്ട് നിങ്ങൾ സഫലാകുക. അത് നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ പ്രയാണം, ആഖിറത്തിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള, അല്ലാഹുവിലേക്കുള്ള ആ പ്രയാണത്തിലേക്ക് നിങ്ങൾക്ക് സഹായം തേടാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ്. അവിടെ വെച്ചിട്ട് നിങ്ങൾ പ്രത്യേകമായി ചില ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നല്ലാതെ വാരിതായത് മുഴുവനും ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനു വേണ്ടി നിങ്ങൾ മുതിർന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ദീന് വിജയിക്കും, ദീന് ബാക്കിയുണ്ടാകും. ഈ ഹദീസ് ഓതി തരുമ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മഹാനായ ഉസ്താദ് ചർല അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അവരെയും നമ്മളെയും അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൊട്ടുമാറാവട്ടെ. അവരല്ലാഹു തആല നമുക്ക് ഷഫീആയി നിലനിർത്തി തരുമാറാവട്ടെ. മഹാനവർകൾ പലപ്പോഴും ഈ ഹദീസ് ഓതി തരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്തുണ്ടായിരുന്ന രാമസിംഹം എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിമായിരുന്നു, ഉണ്ണി മോലാളിയായിരുന്നു. ധാരാളം എല്ലാ സൽക്കർമ്മവും ചെയ്യാൻ വേണ്ടി ഉതിർന്ന വലിയ മുതലാളിയാണ് ഉണ്ണി മോലാളി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉസ്താദ് വന്ന് ചോദിക്കുക. ചെയ്യേണ്ടത് എന്താ ചോദിച്ചാൽ എന്താ, ഇഷ്ടം പോലെ പറഞ്ഞു കൊടുക്കാനില്ലേ. ദിക്റാണെങ്കിൽ ദിക്റ്, ഖുർആനാണെങ്കിൽ ഖുർആൻ, നിസ്കാരാണെങ്കിൽ നിസ്കാരം,
പൊതുപ്രവർത്തനങ്ങളെങ്കിലാണെങ്കിൽ അത്, സഹായങ്ങളാണെങ്കിൽ അത്. എവിടെ തീരാൻ പോകുന്നു? ഇനി എന്ത് ചെയ്യണം? ഇനി വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കല്ലാതെ ധാരാളം ബാക്കിയില്ലേ ഇവിടെ? അതെല്ലാം പറഞ്ഞു കൊടുത്തു. അലിമീങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം അവസാനം ദീന് വിജയിച്ചു. ഇല്ല, പരിശുദ്ധ ഹദീസിൽ പറഞ്ഞ മാതിരി ദീനാണ് വിജയിച്ചു. പിന്നെയും ചെയ്യാൻ ബാക്കി തന്നെ. അയാൾ മുസാഫിനെ നിലത്തിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഞാൻ രാജിവെച്ചു. വീട്ടുവളപ്പിലുള്ള പള്ളി അമ്പലമാക്കി മാറ്റി. ആലിമീങ്ങളെ പുറത്താക്കി പൂജാരികളെ കൊണ്ടുവന്നു. അങ്ങനെ നരസിംഹനോ അല്ലെങ്കിൽ നരസിംഹനായി മരിക്കുകയാണ് ചെയ്തത്. വളരെ ചിന്തിക്കണം. പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങളുമായി ഒരു മിതമായ നിലക്കുള്ള ചെയ്യുക. അതിനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഒരാൾ ഫർളായ വാജിബായ കാര്യങ്ങൾ ചെയ്യാൻ ആരുടെയും നിർദ്ദേശം വേണ്ട, മുഅക്കദായ സുന്നത്ത് ചെയ്യാനും നിർദ്ദേശം വേണ്ട. അതിൻ്റെ ശേഷമുള്ള ഇബാത്തുകൾ ഓരോരുത്തർക്കും എന്താണ് സാധിക്കുന്നത് എന്ന് മഹാന്മാരായ ശേഖന്മാരെ സമീപിച്ച് അവർ മുഖേനയായിരിക്കണം അമലെടുക്കേണ്ടത്. അതേ നിലനിർത്താൻ കഴിയുള്ളൂ. നിലനിൽക്കുന്ന അമലാണ് അല്ലാഹുക്ക് ഇഷ്ടമുള്ളത്. മറ്റ് ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നത് കാണുമ്പം എനിക്കെന്താ അത് ചെയ്തൂടെ, എനിക്കെന്താ ഇത് ചെയ്തൂടെ, ഞാനെന്താ അങ്ങനെ ചെയ്തൂടെ, ഞാനെന്താ ഒരു ദിവസം 1000 ദിക്ർ ചെല്ലുന്നവനായിക്കൂടെ, 100 റക്അത്ത് നിസ്കരിക്കുന്നവനായിക്കൂടെ എന്നെല്ലാം ചിന്തിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതമല്ല ഈമാൻ തന്നെ നശിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദീന് എളുപ്പമാണ്. 2 ഹദീസ് ഇമാം ബുഖാരി ഇവിടെ കൊണ്ടുവന്നു. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞോടത്ത് നാം മോദി യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിക്കൽ ഇൻസാനു ദഈഫാ. നിസാ 28 പറഞ്ഞതാണ്. അള്ളാഹു നിങ്ങളെ തൊട്ട് തഖ്ഫീഫ് നൽകലിനെ, വളരെ ലഘൂകരിക്കലിനെയാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യരെ പടക്കപ്പെട്ടിട്ടുള്ളത് ലഈഫാണ്. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയൂല നിലക്ക് തന്നെയാണ് പഠിച്ചവനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ തൊട്ട് അള്ളാഹു തഖ്ഫീഫ് ഉദ്ദേശിക്കുന്നു. സൂറത്തുൻ നിസാ 28. സൂറത്തു തഗാബുൻ 17 അല്ലാഹു പറയുന്നു ഫത്തഖുല്ലാഹ മസ്തതഅതും. അല്ലാഹു തആല നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അൽ ബഖറ 256. ഓരോരുത്തരോടും കഴിയുന്നതല്ലാതെ അല്ലാഹു തആല തക്ലീഫ് ചെയ്തിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ. തലാഖ് 7. ഹുവസ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. സൂറത്തുൽ ഹജ്ജ്. ദീനിൻ്റെ വിഷയത്തിൽ പ്രയാസം അല്ലാഹു ആക്കിയിട്ടില്ല. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ. മാഇദ 6. ഇങ്ങനെ ധാരാളം ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല വിശദീകരിച്ച എന്താ? പ്രധാനമായി മദ്ഹ് ചെയ്ത എന്താ? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് വിഷമം വരുന്നത്, നിങ്ങളെ വിഷമമാക്കുന്നത് നബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാണ്. അപ്പോൾ ഈ ഉമ്മത്തിനിക്ക് പ്രയാസമുള്ള ഒരു നിയമവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടില്ല. അതിനെ പറ്റി യുസ്റാ പ്രയോഗിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ ഈ പറയുന്ന ഇബാദത്തുകൾ, ധാരാളം ഇബാദത്തുകളുണ്ട്, ആത്മീയമായ ഇബാദത്തുകളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിൽ എളുപ്പം എന്ന് പറയുന്ന ഒന്നും ചെയ്യണ്ട എന്ന് പറയലല്ലേ. 5 വക്ത് നിസ്കരിക്കണം, അതിന് കുറേ നിബന്ധനകൾ. റമളാനിൽ നോൻപ് വെൽക്കണം, ഹജ്ജിന് പോകണം, മുതലിൻ്റെ സക്കാത്ത് നിർബന്ധമായി നൽകണം. അതുപോലെ കള്ള് കുടിച്ചൂടാ, വ്യഭിചരിച്ചൂടാ,
കട്ടൂടാ, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറഞ്ഞൂടാ. ഇതൊക്കെ സാധാരണഗതിയിൽ സാധാരണ മറ്റുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന മാതിരി അതെല്ലാം അനുവദിക്കലല്ലേ എളുപ്പം. എല്ലാം നാക്കാലിളമാര് തൊടയച്ചാണ്ട് വിടുക, ഒരു ഇഷ്ടമുള്ളമാര് കൈ കളിക്കുക, പറവകളമാര് ജീവിക്കുക. ഇങ്ങനെ വിട്ടൂടെ? കാട്ടുജന്തുക്കളെ മാതിരി ഇഷ്ടമുള്ളതിനെ വേട്ടാടുക, ഇഷ്ടമുള്ളതിനെ കൊല്ലുക, ഇഷ്ടമുള്ളത് തിന്ന. ബലമുള്ളവൻ, കഴിവുള്ളവൻ, കാര്യക്കാരൻ. കാട്ടുനീതി അതാണല്ലോ. ആ നിൽക്കായിക്കൂടെ? അതല്ലേ എളുപ്പം. കൊടും തണുപ്പത്ത് പാതിരാക്ക് എഴുന്നേറ്റ് സുഖനിദ്രയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് തണുത്ത വെള്ളം കൊണ്ട് ഉണ്ടാക്കി നിസ്കരിക്കണം, ഖുർആനോദണം. ഇതെന്ത് എളുപ്പാണ്? ചോദിക്കുന്നവരുണ്ട്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ സകല മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ الذين يؤمنون بالغيب وبالآخرة هم يوقنون. അവൻ കാണാത്ത കുറേ കാര്യങ്ങളെ കൊണ്ട്, അവർക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത കുറേ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കേണ്ടവനാണ്. ആഖിറം കൊണ്ട് ഉറപ്പിക്കേണ്ടവരാണ് മുഅ്മിൻ. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മറ്റുള്ള ആളുകളെ തൊട്ടുള്ള വേർതിരിവ്. ഇങ്ങനെയുള്ള വേർതിരിവുള്ള മുസ്ലിമീ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു പ്രധാന പോയിന്റാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ ആഖിറവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. മഹ്ശറിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ദിവസങ്ങളുണ്ട്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളാണ് മഹ്ശറിൽ വരാൻ പോകുന്നത്. അവിടെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്, പല കാര്യങ്ങളും നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ശേഷം സ്വർഗത്തിൽ കടക്കണം, നരകത്തിൽ കടന്നൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാഹ് ലഭിക്കണം. ഇതെല്ലാം വിശ്വസിച്ച് ഇതെല്ലാം തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ ഈ വിഷയം പറയാം. ബഹിരാകാശ യാത്ര ചെയ്യുന്ന ഒരാൾ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അവനക്ക് ബഹിരാകാശത്ത് അവിടെ ഭക്ഷണമില്ല, വായുവില്ല, ഗുരുത്വാകർഷണമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ ഈ ഭൂമിയിലുള്ള മാതിരി അവന് ജീവിക്കാൻ കഴിയൂല, ഉറപ്പാണ്. അവിടെ മനുഷ്യനിർമ്മിത വല്ല പേടകങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള ചന്ദ്രനിലോ അതിനപ്പുറമുള്ള ചൊവ്വയിലോ അല്ലെങ്കിൽ എവിടെയോ പോയി ജീവിക്കണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ തന്നെ അവനിക്ക് കുറേ പ്രയാസങ്ങളുള്ളതാണ്. അതിനിക്ക് കൊല്ലങ്ങളോളം, മാസങ്ങളോളം അവനിക്ക് ട്രെയിനിങ് നൽകേണ്ടതുണ്ട്. ആ ട്രെയിനിങ് പൂർണ്ണമായി നൽകി അത് വിജയിച്ചവനിക്ക് മാത്രമേ ഒരു ബഹിരാകാശ യാത്ര നടത്താൻ കഴിയുള്ളൂ. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? വെള്ളം അവിടെ കിട്ടൂല, ഭക്ഷണം കിട്ടൂല. ഒരു ചെറിയൊരു ഗുളിക കഴിച്ചും കൊണ്ട് അവനിക്ക് ദിവസങ്ങളോളം നിൽക്കാൻ കഴിയണം. അവൻ്റെ മൂത്രം തന്നെ അത് ക്ലീൻ ചെയ്ത് അതുപോലെ കുടിക്കാൻ കഴിയണം. അതെല്ലാം പരിശീലിപ്പിച്ചു. പിന്നെ മാത്രമല്ല, ശാരീരികമായി അവിടെ വരാൻ പോകുന്ന മാറ്റങ്ങൾക്ക് തരണം ചെയ്യാൻ വേണ്ടി അവനിക്ക് അവിടെ പരിശീലനങ്ങൾ ധാരാളം നൽകേണ്ടതുണ്ട്. ഇതെല്ലാം നെട്ടിപ്പറിച്ച് പറയേണ്ട വിഷയമല്ല, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ഇങ്ങനെ പരിശീലനം ലഭിച്ചവനിക്ക് മാത്രമേ, ആ പരിശീലനം ലഭിക്കുന്നവൻ്റെ ആരോഗ്യം നോക്കേണ്ടതുണ്ട്, കായികക്ഷമത പരിശോധിക്കേണ്ടതുണ്ട്, അവൻ്റെ മനോധൈര്യം നോക്കേണ്ടതുണ്ട്, അവൻ്റെ മാനസിക അവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം വിജയിച്ചവനെ മാത്രമേ ഈ നിലക്കുള്ള ഒരു ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ അല്ലെങ്കിൽ സ്പേസിലേക്കോ അവനെ യാത്ര അയക്കുള്ളൂ. ഏത് സാഹസങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ വളരെ സാഹസം പിടിച്ച, നാം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന
മഹ്ശറയും യൗമുൽ ആഖിറും അതിൻ്റെ ശേഷമുള്ള മഹ്ശറകളും സ്വർഗവും നരകവും അതോട് കാര്യങ്ങളും മുഴുവനും അവിടേക്കൊരു മനുഷ്യനെ യോഗ്യനാക്കാൻ അതിനുള്ള ട്രെയിനിങ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായ ഇബാദത്തുകൾ ആരാധനകൾ എന്ന പേരിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഖുർആനിൽ തന്നെ കാണാൻ നിയമങ്ങൾ പാലിക്കുമ്പോൾ യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ 11 സ്ഥലത്ത് അല്ലാഹു ഓരോരോ കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്. നിങ്ങൾ നരകത്തെ കാക്കാൻ വേണ്ടി ജലാലിൽ വെക്കുന്ന അർത്ഥമാണ് തത്തഖൂനന്നാർ. നിങ്ങൾ നരകത്തെ കാക്കണോ, നിങ്ങൾ ഈ പണി ചെയ്യണം. വേറെ പല സ്ഥലത്തും കാണാം. ഖുർആനിൽ ധാരാളമായി ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ലാ യസ്തവി അസ്ഹാബുൻ നാർ വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ആ പ്രയോഗം 4 സ്ഥലത്ത് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ മറ്റൊരു പ്രയോഗമാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്നും ധാരാളം സ്ഥലത്ത് പ്രയോഗിച്ചതായി കാണാം. ലഅല്ലക്കും തുഫ്ലിഹൂൻ 10-11 സ്ഥലത്തുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് വിജയമാണ്, എന്ത് ഫലാഹാണ്, എന്ത് ഫലാഹാണ്? ലഅല്ലക്കും തുഫ്ലിഹൂൻ തുഫ്ലിഹൂന ബിൽ ജന്ന. ഈ നരകം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യല. സ്വർഗം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യണം. നിങ്ങൾ നരകത്തിൽ കയറി നഷ്ടപ്പെടാതിരിക്കാൻ, പരാജയപ്പെടാതിരിക്കാൻ ഇങ്ങനെ ചെയ്യണം. അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ നിയമം അംഗീകരിക്കാത്ത ശൈത്താന്റെ നിയമം അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ പരാജയപ്പെട്ടവരാണ്. ഇങ്ങനെ ധാരാളം പ്രയോഗങ്ങൾ ഖുർആൻ നോക്കിയാൽ കാണാം. എന്താണ് ഇതിൻ്റെ സിറ്? ഇതൊരു ട്രെയിനിങ് ആണ്. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ, അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിനൊക്കെ ട്രെയിനിങ് വേണം. അവിടെ നിന്ന് അള്ളാഹുമായി മുനാജാത്ത് ചെയ്യണമെങ്കിൽ അതിനൊക്കെ വലിയ ട്രെയിനിങ് വേണം. അള്ളാഹുവിനെ ലഭിക്കണമെങ്കിൽ സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ, അതിൻ്റെ അപ്പുറമുള്ളൊരു ട്രെയിനിങ് കൊടുക്കണം. അള്ളാഹുമായി സംസാരിക്കണമെങ്കിൽ, അള്ളാഹുവിനെ കാണണമെങ്കിൽ, മുനാജാത്ത് നടത്തണമെങ്കിൽ. ഇതിന് വേണ്ടി രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആലിമുൽ ഗൈബായ അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാം അറിയുന്നവനായ അല്ലാഹു ഭാവിയിൽ വരാൻ പോകുന്ന ഓരോരോ കാര്യങ്ങൾക്കും ഭൂമിയിൽ വെച്ച് മനുഷ്യർക്ക് നൽകുന്ന ഓരോരോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അവനിക്ക് നാം വിശ്വസിക്കുന്ന സ്വർഗവും അള്ളാഹുവിൻ്റെ ലിഖാവും മഹ്ശറയും അർശിൻ്റെ തണലും അതുമായി ബന്ധപ്പെട്ട ഹൗദുൽ കൗസറുകളും തുലാസുകളും തൂക്കലും നരകത്തിൻ്റെ മുകളിൽ കൂടെയുള്ള പാലം കടക്കലും ധാരാളം കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾക്ക് മുഴുവനും അവിടെ എളുപ്പമാവണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമുള്ള ട്രെയിനിങ്ങോട് കൂടെ അങ്ങോട്ട് പോകണം. എല്ലാത്തവർക്ക് കഴിയൂല. വേണ്ടതുപോലെയുള്ള കായിക പരിശീലനങ്ങൾ ലഭിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. അതിനേക്കാണ് നോമ്പിൻ്റെ കാര്യം നാം പറഞ്ഞു. നോമ്പ് എന്തായാലും നോൽക്കണം. അത് പരിശുദ്ധ റമളാനിൽ നോൽക്കാൻ കഴിയുന്നവർ റമളാനിൽ തന്നെ നോൽക്കണം. അന്ന് നോൽക്കാൻ കഴിയാത്തവർ മറ്റുള്ള ദിവസങ്ങളിൽ ആ എണ്ണം കണ്ട് നോൽക്കണം. അതവിടുത്തെ ഇളവ് അതാണ്. അവിടെയുള്ള ഇളവ് അതാണ്. നോമ്പ് നോറ്റേ പറ്റൂ. പക്ഷെ റമളാൻ മാസത്തിൽ നിശ്ചയിക്കപ്പെട്ട മാസമാകുന്ന റമളാനിൽ കഴിയുന്നവർ റമളാനിൽ നോൽക്കുക. റമളാനിൽ കഴിയാത്തവർ മറ്റുള്ള ദിവസങ്ങളിലായിരിക്കണം നോൽക്കേണ്ടത്. മറ്റുള്ള ദിവസങ്ങളിൽ നോറ്റോട്ടെ, കുഴപ്പമില്ല. ഒരു നിലക്കും കഴിയാത്തവർ അതിന് പ്രായശ്ചിത്തം കൊടുത്ത് മറ്റുള്ളവരോടുള്ള യോഗ്യത നേടേണ്ടതുണ്ട്.
ബഹിരാകാശത്ത് പോകേണ്ടവനിക്കുള്ള ട്രെയിനിങ് പോലെയല്ല. അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക്, ഏതെങ്കിലും മറ്റൊരു വല്ല വിഷയത്തിലേക്കും യോഗ്യതയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന മാതിരിയല്ല. മറ്റുള്ളവർക്കെല്ലാം ഒരു പട്ടാളത്തിൽ ചേരണമെങ്കിൽ പോലും അവനക്ക് ഇത്ര വെയിറ്റ് വേണം, ഇത്ര ഹൈറ്റ് വേണം, ഇന്ന പ്രകൃതക്കാരനാണ് നിയമമുണ്ടാകും. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾക്കും എല്ലാവർക്കും പ്രായോഗികമാണ്. എല്ലാവരെയും എല്ലാ ഭാഗത്തേക്കും സെലക്ട് ചെയ്യാൻ പറ്റും. ഭൗതികപരമായ വിഷയമല്ല ഞാൻ പറയുന്നത്, ഉഖ്റവിയായ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഏതിലേക്കും എല്ലാവർക്കും യോഗ്യത നേടാം. എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ചിട്ടകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിസ്കാരം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ, സ്വർഗത്തിൽ കടക്കാൻ, സിറാത്ത് പാലം എളുപ്പത്തിൽ കടക്കാൻ, ഹൗദുൽ കൗസർ കിട്ടാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നിസ്കാരം ആവശ്യമാണ്. പക്ഷേ അത് പല നിലക്കും ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ നിർവഹിക്കാം. ഓർമ്മയുള്ള പ്രായപൂർത്തിയുള്ള എല്ലാവരും ചെയ്തോളണം, ശുദ്ധിയുള്ളവർ ചെയ്തോളണം. പക്ഷെ ഓരോരുത്തർക്കും അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ട്, കഴിവിൽ നിന്നുകൊണ്ട് അത് ചെയ്യാം. അതാണ് അവിടുത്തെ എളുപ്പം. കാരണം അത് ചെയ്യാതിരുന്നാൽ അവനിക്ക് ഭാവിയിൽ വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആഖിറവുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയൂല. എത്തിപ്പെടാനുള്ള മാർഗം അത് മാത്രമാണ്. അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ സംവിധാനമുള്ളത്. ലോകം പടച്ച അല്ലാഹു തആല ലോകത്ത് ഓരോന്നിനിക്ക് ദുനിയാവിൽ തന്നെ പല സംവിധാനങ്ങൾ ഓരോന്ന് ലഭിക്കാനുള്ളത് പോലെ തന്നെ ആഖിറം ലഭിക്കാനും സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഓരോന്നും ഓരോരുത്തർക്കും വളരെ ലഘുവായി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതിത് എന്തിന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് വേണോ എന്ന ചിന്ത വരുള്ളൂ. എന്നല്ലാതെ കഥയില്ലാതെ, ആഖിറത്തിനെ പറ്റി അറിയാതെ, അള്ളാഹിനെ പറ്റി അറിയാത്ത പടു ജാഹിലുകൾക്ക്, അല്ലെങ്കിൽ ആ വിഷയം നിഷേധിക്കുന്നവർക്ക്, അവർക്കതൊരു വെറും പണിയായി തോന്നും, അവർക്കത് കളിയാക്കാം. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വെറും വാക്കല്ല, വെറുതെയല്ല, എല്ലാമെല്ലാം ഉള്ളതാണ്, വരാനിരിക്കുന്നതാണ്. അതിലേക്കുള്ള മാർഗങ്ങൾ ചെയ്തേ പറ്റൂ. അത് ഓരോരുത്തർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഹജ്ജിൻ്റെ മഹാത്മ്യം അത് ഉൾക്കൊള്ളാൻ അതൊരു മാർഗമായി അള്ളാഹു തആല വെച്ചിട്ടുള്ളത് തന്നെ. അള്ളാഹുവിൻ്റെ ഖുർബ് സമ്പാദിക്കാൻ അതൊരു മാർഗമായി വെച്ചിട്ടുള്ളത് പണക്കാർക്ക് മാത്രമാണ്. ശാരീരികമായി കഴിയുന്നവർക്ക് പോയി ചെയ്യാം, ശാരീരികമായി ചെയ്യാൻ കഴിയാത്തവർക്ക് ആളെ വിട്ട് ചെയ്യാം. പണമുണ്ടോ പിന്നെ അവനിക്ക് നിർബന്ധമായി. പണമില്ലാത്തവനിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. ചെയ്താൽ കൂലിയുണ്ട്. ചെയ്തില്ല എന്നുള്ള നിലക്ക് അവനിക്കൊരു സ്ഥാനമാനം കുറയാൻ പോകുന്നില്ല. എത്ര എളുപ്പമാണ്. ഇതാണ് സഹ്. അപ്പം ഇതിൻ്റെ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴേ അള്ളാഹു ഓരോന്നിക്ക് നിശ്ചയിച്ചതായ സബബുകൾ, ആ സബബുകളാണ് ഇതെന്ന് മനസ്സിലാക്കി വരുമ്പോഴേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ക്രോഡീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് ഇന്നദ്ദീന യുസ്റുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.